ഇന്ന് രാവിലെ എഴുന്നേറ്റത് കോട്ടയത്തെ ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. ശ്രീ വിജയകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടു. കോടാലി പോലെ എന്തോ ഒരു ആയുധം വെച്ച് തലയടിച്ച് തകർത്തു. സ്വർണമൊന്നും പോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അറിയില്ല എവിടം വരെ എത്തിയെന്നുള്ളത്. ഒരു ബംഗാളിയെ പിടിച്ചിട്ടുമുണ്ട്. ആ ബംഗാളി നേരത്തെ ഈ വീട്ടിൽ ജോലിക്ക് നിന്നോ, അയാൾ അവിടുത്തെ മൊബൈൽ ഫോൺ എന്തൊക്കെ എടുത്ത് കട്ടുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അയാളുടെ പേര് കേസ് കൊടുത്തു. അയാൾ ഒരു വർഷം ജയിലിലായിരുന്നു. അങ്ങനെ ആ ബംഗാളിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നടത്തി ബംഗാളിയെ പിടിച്ചു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ഈ ബംഗാളി CC ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റാനും മാത്രം ബുദ്ധിയുള്ളവനാണോ? പട്ടിയെ മയക്കി കിടത്താനും മാത്രം ബുദ്ധിയുള്ളവനാണോ? അത്രയൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് ബംഗാളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് വന്നത്? കേരളത്തിലെ ബുദ്ധിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടോ? ഞാനിത് വിശ്വസിക്കില്ല. എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം എങ്കിൽ അത്രയും പെട്ടെന്ന് പോലീസിന് ഒരു മെഡലായി, അല്ലെ കുറെ പോലീസുകാർക്ക് മെഡലായി, പ്രൊമോഷനായി, കേസ് ക്ലോസ് ചെയ്തു. അതൊരു വേൾഡ് റെക്കോർഡും ആക്കാം അല്ലേ? നടക്കട്ടെ. അങ്ങനെയാണല്ലോ കേരളത്തിലെ പല കാര്യങ്ങളും നടക്കുന്നത്. കോട്ടയത്തിന് ഈയിടെയായിട്ട് എന്തോ ഒരു ശാപം കിട്ടിയ പോലെയാണ്. പണ്ട് ദൈവം 10 പ്ലേഗുകളെ അയച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതിലൊരു പ്ലേഗ് ഇസ്രായേലികളെ സഹായിച്ചു എന്നും അതിന്റെ പേരിലാണ് പെസഹ വ്യാഴാഴ്ച ആഘോഷിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ. എന്ന് പറഞ്ഞ പോലെ കോട്ടയത്തിനെ ഈയിടെയായിട്ട് എന്തോ ബാധിച്ചിരിക്കുകയാണ്. ഒരു ഷൈനിയും അവരുടെ 2 മക്കളും കൂടി ട്രെയിനിന് മുമ്പിൽ ചാടി. പിന്നെ ജിസ്മോളും അവരുടെ 2 മക്കളും കൂടി ആറ്റിച്ചാടി. ഇപ്പോൾ ഇതാ മറ്റൊരു കൊലപാതകം. അങ്ങനെ കോട്ടയത്തിൻ്റെ മുകളിൽ എന്തോ ഒരു കരിനിഴൽ പടർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഞാനൊരു കോട്ടയംകാരനായി പോയി. ഇപ്പം ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാനന്ന് പറയേണ്ടതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഈ വിജയകുമാറിനെ കുറിച്ച് ചിലതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. രാവിലത്തെ ന്യൂസിലൊക്കെ കേട്ടത് വിജയകുമാർ വളരെ ശാന്തനായിരുന്നു, എല്ലാവരും സൗമ്യമായിട്ട് പെരുമാറുന്ന ആളായിരുന്നു, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളായിരുന്നു എന്നൊക്കെയാണ്. കേൾക്കാൻ സുഖമുള്ള കാര്യമാണ്, നടക്കട്ടെ. ഒരിക്കലും ഒരു ബിസിനസ്സുകാരനെ കുറിച്ചോ അല്ലെങ്കിൽ ആര് മരിക്കുമ്പോഴും അവരെക്കുറിച്ചോ ആരും ദോഷം പറയാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും എനിക്കറിയാവുന്ന ഈ വിജയകുമാർ അത്ര സൗമ്യനല്ലായിരുന്നു, അത്ര ശാന്തനല്ലായിരുന്നു. എല്ലാ വലിയ പണക്കാരെയും പോലെ അത്യാവശ്യം കർക്കശ സ്വഭാവക്കാരനും ദയയില്ലാത്തവനും പാവപ്പെട്ട സാധാരണ ആയിട്ടുള്ള ആൾക്കാരെ ഒരു വിലയും കൊടുക്കാത്തവനുമായിരുന്നു. ഞാനും ഇതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 30 വർഷം മുമ്പ്. ആ കഥയൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ വിജയകുമാർ മരിച്ചെങ്കിൽ അത് വെറും ബംഗാളിയുടെ ഒരു അക്രമം മാത്രമല്ല. അത് വെറുതെ ഒരുത്തിന് ദേഷ്യം വന്നിട്ട് തലല്ലി പൊട്ടിച്ചതല്ല. അതിലെന്തൊക്കെയോ കാര്യമുണ്ട്. നമുക്കൊരല്പം ചരിത്രം കഴിഞ്ഞ് നോക്കാം. കഴിഞ്ഞൊരു 50-60 വർഷത്തെ ചരിത്രം. എന്താ, ശ്രീ വിജയകുമാറിൻ്റെ മകൻ 2017 മരിച്ചു. ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് മൃതദേഹം കിടന്നു. കാറിൽ രക്തമുണ്ടായിരുന്നു. അപ്പോൾ അത് മർഡർ ആണോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ കേസുകളൊക്കെ നടക്കുകയായിരുന്നു. എന്തായാലും 2017 കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷം കൂടെ കഴിഞ്ഞു. അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ കേസ് CBIക്ക് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കൊണ്ട് CBI ആ കേസ് ഏറ്റെടുത്തു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു മകൻ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടും അങ്ങനെ ഒരു മരണം ഓർത്ത് ആ നാട്ടുകാർക്ക്, അതായത് എൻ്റെ നാട്ടുകാർക്ക്, കോട്ടയംകാർക്കാർക്കും പ്രത്യേകിച്ച് വിജയകുമാറിൻ്റെ യാതൊരു സഹതാപവും ഇല്ല. കാരണം എന്താണ്, വിജയകുമാർ ഒരു മാളികയിൽ ജീവിക്കുന്ന ഒരു പണക്കാരനാണ്. അയക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ നമ്മളെന്തിനാണ് ഇടപെടുന്നത്, നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് സഹതപിക്കാൻ പോകുന്നത് എന്നാണ് പൊതുജനം ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ശ്രീ വിജയകുമാർ അറിയപ്പെടുന്നത് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ, വലിയൊരു മനുഷ്യൻ. തിരുനക്കര അമ്പലത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു വലിയ പ്രോപ്പർട്ടിയാണ് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം. 40-40 വർഷമായിട്ട് ഇത് വളരെ പ്രശസ്തമാണ്. അവിടെ നേരത്തെ ഒരു ഹോട്ടലും ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഈ ഓഡിറ്റോറിയം എന്നും ഫുള്ളാണ്. കല്യാണങ്ങൾ ഇഷ്ടം പോലെ. ഏത് കല്യാണം വന്നാലും ആദ്യം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അമ്പലത്തിനടുത്തായതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലെ സദ്യ, അല്ലെങ്കിൽ അവിടെ വെച്ച് കല്യാണം നടത്തുക. തിരുനക്കര കല്യാണം നടത്തി കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലായിരിക്കുമല്ലോ ഏറ്റവും എളുപ്പം അവിടെ സദ്യ നടത്താനായിട്ട്. ഇഷ്ടം പോലെ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസോസിയേഷനുകളുടെ മീറ്റിങ്ങുകൾ അതും നടക്കാം. ഈ മീറ്റിങ്ങുകളിൽ വേണ്ട ഭക്ഷണമൊക്കെ അവരുടെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതായിട്ട് ബിസിനസ്സൊക്കെ നടക്കുകയാണ്. എവിടെ? തിരുനക്കര അമ്പലത്തിന് തൊട്ടടുത്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ. ഇത് ആരുടെ? ഈ തിരുനക്കര അമ്പലത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഇത്രയും വലിയൊരു പ്രൈം പ്രോപ്പർട്ടിയുടെ ഓണർ ആയത് എങ്ങനെയാണ്? അതാണ് ഞാനും പറയാൻ വരുന്നത്. വിജയകുമാറിന് ഈ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന്. അതിനിത്ര പറയാൻ എന്തുവാ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഒരല്പം കൂടി ക്ഷമ കാണിക്കൂ, കേൾക്കൂ. ശ്രീ വിജയകുമാറിൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു കാർത്തികേയൻ നായർ. കാർത്തികേയൻ നായർ ഈ സ്ഥലത്തിൻ്റെ ഓണറായി. അദ്ദേഹം ആ പ്രോപ്പർട്ടി വാങ്ങിച്ചു.
കാർത്തികേയൻ നായർ ആരായിരുന്നു? ഒരു സർക്കാർ ജോലിക്കാരൻ. അയാൾ പെൻഷനായി കഴിഞ്ഞിട്ട് കോട്ടയത്തെ മുനിസിപ്പാലിറ്റി ഓഫീസിനടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന ഒരാളാണ് ശ്രീ കാർത്തികേയൻ. അദ്ദേഹത്തിന് എങ്ങനെ ഈ സ്ഥലം വാങ്ങിക്കാനുള്ള, ഈ പ്രൈം പ്രോപ്പർട്ടി, അമ്പലത്തിനോട് തൊട്ടടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള കാശ് എവിടെ നിന്നുണ്ടായി? അങ്ങനെ കാശ് അദ്ദേഹത്തിന് അധികം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സ്റ്റേഷനറി കട നടത്തേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയോ കാശ് എവിടുന്നോ വന്നു. ഇനി നമുക്ക് കാർത്തികേയൻ മുതലാളിയെ കുറിച്ചൊന്ന് ആലോചിക്കാം. അങ്ങനെ റിട്ടയർ ആയിട്ട് സ്റ്റേഷനറി കട നടത്തിയിട്ട് കാശുണ്ടാക്കിയ ശ്രീ കാർത്തികേയൻ ഈ സ്ഥലം വാങ്ങിച്ചത് ആരുടെ അടുത്ത് നിന്ന്? ഒരു ഗോപാലകൃഷ്ണ പണിക്കരുടെ അടുത്ത് നിന്ന്. ഗോപാലകൃഷ്ണ പണിക്കർ ആരാണ് അദ്ദേഹം? ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയിട്ട് വർഷങ്ങളായി. ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കാരുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഇദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറായി, അത് കഴിഞ്ഞിട്ട് മുനിസിപ്പൽ ചെയർമാൻ വരെയായി. അപ്പോൾ ആളത്ര മോശക്കാരനൊന്നുമല്ല. ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിനടുത്ത് കട നടത്തുന്ന ശ്രീ കാർത്തികേയൻ. എന്തൊക്കെയോ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ? ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. കാരണം എൻ്റെ പ്രായം അന്ന് ഞാൻ വെറും ടീനേജറാണല്ലേ, വളരെ കൊച്ചാണ്. അപ്പോൾ കാർത്തികേയൻ മുതലാളി ഗോപാലകൃഷ്ണ പണിക്കരുടെ അടുത്ത് നിന്ന് ഈ സ്ഥലം വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാകുന്നതും ഈ സ്ഥാപനമൊക്കെ വളരെ വലുതാവുന്നതും ബിസിനസ് ഡെവലപ്പ് ആകുന്നതും. കാർത്തികേയനിൽ നിന്ന് വിജയകുമാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി. കാർത്തികേയൻ എത്ര മക്കളുണ്ടായിരുന്നു, അവർക്കൊക്കെ എന്തൊക്കെ പ്രോപ്പർട്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പോലീസോ ചാനലുകളോ ഒക്കെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ മുനിസിപ്പൽ ചെയർമാൻ. ഈ മുനിസിപ്പൽ ചെയർമാന് എവിടുന്ന് കിട്ടി ഈ പ്രോപ്പർട്ടി? ഈ തിരുനക്കര അമ്പലത്തിന് തൊട്ടടുത്തിരിക്കുന്ന പ്രോപ്പർട്ടി എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് അല്ല എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ പ്രോപ്പർട്ടി തിരുനക്കര അമ്പലത്തിൻ്റെ അല്ലെ ദേവസ്വത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നെന്നും, അതല്ലെങ്കിൽ അമ്പലത്തിന് എന്തോ ഡൊണേഷൻ കിട്ടിയ പ്രോപ്പർട്ടിയാണെന്നോ, പിന്നെ ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ ഈ അമ്പലവുമായിട്ട് എന്തോ കേസിന് പോയി, മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഗോപാലകൃഷ്ണ പണിക്കർ തന്നെ ഈ കേസ് ജയിച്ചു, അമ്പലം ദേവസ്വം ബോർഡ് അവർ ഈ കേസിൽ തോറ്റു. അങ്ങനെ ശ്രീ ഗോപാലകൃഷ്ണ പണിക്കർ ഇതിൻ്റെ ഓണറായി. അപ്പോൾ അവിടെയും എന്തൊക്കെയോ ചില കോൺസ്പിറസികൾ അല്ലേ? അമ്പലത്തിന് ഇവിടുന്ന് ഈ പ്രോപ്പർട്ടി കിട്ടി, ആ അമ്പലം ഇരിക്കുന്ന വലിയ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നോ ഇത്, അതോ ആരെങ്കിലും ഡൊണേഷൻ കൊടുത്താണോ ഇത്? എന്നിട്ടോ അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി അങ്ങ് നിലനിർത്തിയാൽ പോലെ. അത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനല്ലേ, മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിട്ടിരുന്ന ആളല്ലേ. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് കാശൊന്നും ഇല്ലാത്ത കാർത്തികേയൻ ഈ സ്ഥലം മേടിച്ചു, കാർത്തികേയൻ മുതലാളിയായി. ഇനി അവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കാം നിങ്ങൾ ഊഹിച്ചോളുക. കാർത്തികേയൻ നായർ മുതലാളിയും വിജയകുമാർ മുതലാളിയും ഒക്കെ ഇവരൊക്കെ അല്പം ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ സാധാരണക്കാർക്ക് അവരുടെ ഗേറ്റിനകത്തേക്ക് നോക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗേറ്റിനകത്തേക്ക് പോലും പ്രവേശനമില്ല. അങ്ങനെ പ്രവേശനം വേണമെങ്കിൽ അവരുടെ പ്രത്യേക അനുവാദം വേണം. അപ്പോൾ ആ ബംഗ്ലാവിനുള്ളിൽ നടക്കുന്നത് എന്തൊക്കെയായിരിക്കാം, ഏതൊക്കെ ബിസിനസ് ആയിരിക്കാം, അത് ആ ലെവലിലുള്ളവർക്ക് അറിയാവുള്ളൂ, സാധാരണക്കാർക്ക് അറിയില്ല. അപ്പോൾ കുറച്ച് കാശ് ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ആയി കഴിയുമ്പോഴുണ്ടല്ലോ, അവർ ഉയർന്ന തലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ മനുഷ്യർക്ക് മനുഷ്യത്വം നഷ്ടപ്പെടും. പിന്നെ അവർ സാധാരണ മനുഷ്യരും കാശുള്ള മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസം അവിടെ അങ്ങ് ഉണ്ടാകുകയാണ്. കാർത്തികേയൻ മുതലാളിയുടെ മകനായ വിജയകുമാറിൻ്റെ മകൻ ദുർമരണത്തിൽപ്പെട്ടപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സഹതാപമൊന്നും തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. എന്തൊക്കെയോ കുലുമാലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ ശത്രുക്കളൊന്നും അല്ല, വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ടുള്ള ശത്രുത പലരുമായിട്ടുണ്ട്. അതൊക്കെ ഈ CBI പുറത്ത് കൊണ്ടുവരും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടണമെന്നില്ലല്ലോ. CBI നമ്മുടെ ദൈവമൊന്നും അല്ലല്ലോ. കാത്തിരുന്ന് കാണാം. 2-3 വർഷം കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം, അമ്പലത്തിൻ്റെ അടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, അതും വിജയകുമാറിൻ്റെ മറ്റു പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ചെറിയ വിലയ്ക്ക് ചുളുവിലയ്ക്ക് വാങ്ങിച്ച് അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടായിരുന്നെന്ന് നിങ്ങൾ ഓർക്കും. അതുവരെ ബൈ.